കർണാടകയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇവിഎമ്മിന് പകരം ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരാനുള്ള സിദ്ധരാമയ്യ സർക്കാരിന്റെ തീരുമാനം അത് ജനാധിപത്യത്തെ കൂടുതൽ വിശ്വാസ്യത ഉള്ളതാക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഈ നീക്കത്തെ രാഷ്ട്രീയ അവസരവാദമെന്ന് വിശേഷിപ്പിക്കുന്ന ബിജെപി യഥാർത്ഥത്തെ മറച്ചുവെക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇവിഎം സംബന്ധിച്ച സംശയങ്ങൾ വെറും കോൺഗ്രസ് ഉയർത്തിയ ഒരു സംശയങ്ങൾ മാത്രമല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പല രാഷ്ട്രീയ പാർട്ടികളും സിവിൽ സൊസൈറ്റി സംഘടനകളും ടെക്നോളജി വിദഗ്ധരും പല സമയങ്ങളിൽ ചർച്ച ചെയ്ത വിഷയം കൂടിയാണിത്. സുപ്രീം കോടതി വരെ ഇവിഎം വിവാദങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിവിപാറ്റ് സ്ലിപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത് തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ സുതാര്യത വേണമെന്ന ആശങ്കകളെ അംഗീകരിച്ചതിന്റെ ഒരു തെളിവ് കൂടിയാണത്. അതിനാൽ ബാലറ്റ് പേപ്പറിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ജനങ്ങളിൽ നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാനുള്ള ഭരണഘടനാപരമായ നടപടിയായി കാണേണ്ടതാണ്. ബിജെപി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നിയമസഭയിലോ ലോക്സഭയിലോ ഇവിഎം ഉപയോഗിച്ചതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ രീതി തന്നെ പിന്തുടരണമെന്ന് നിർബന്ധമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതിന്റെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നേരിട്ടുള്ള ജനപങ്കാളിത്തവും പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങളൊക്കെ കൂടുതലായതിനാൽ വോട്ടെടുപ്പ് സംവിധാനത്തിൽ പരമാവധി സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ബാലറ്റ് പേപ്പർ സംവിധാനം വോട്ടർമാർക്ക് നേരിട്ട് കാണാനും അത് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. ആശങ്കകളില്ലാതെ വോട്ടെടുപ്പ് പ്രക്രിയയെ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കാനും സാധിക്കും. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ അത് പരിഷ്കരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പറ്റിയുള്ള വിശ്വാസം ഏറ്റവും നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. ആ വിശ്വാസം ഉറപ്പാക്കാൻ സർക്കാരുകൾ ഇടപെടുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതായി തന്നെ കാണേണ്ടതാണ്. കൂടുതൽ ബാലറ്റ് പേപ്പർ സംവിധാനം എന്നത് പുതിയതല്ല. ദശാബ്ദങ്ങളോളം ഇന്ത്യ വിജയകരമായി ബാലറ്റ് പേപ്പർ തന്നെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. സാങ്കേതിക സംവിധാനങ്ങൾ സൗകര്യം നൽകുമ്പോഴും ജനവിശ്വാസമാണ് ഏറ്റവും പ്രധാനമായ ഘടകം. ജനങ്ങളിൽ ഒരു വിഭാഗത്തിന് പോലും സംശയത്തോടെ സമീപിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് തുറന്ന ചർച്ച നടത്തുകയും അതിന് പകരം മാർഗങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അതിനാൽ തന്നെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാരിന്റെ നീക്കം അത് രാഷ്ട്രീയ തന്ത്രമല്ല, മറിച്ച് ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ സുതാര്യവും വിശ്വാസ്യതയുമുള്ളതാക്കാനുള്ള ശ്രമമാണ്. ബിജെപി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള സംവാദത്തിലേക്ക് കടക്കുന്നതാണ് ബിജെപിക്ക് ഏറ്റവും ഉചിതമായ കാര്യം.